നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ ശശി തരൂർ വലിയൊരു വെടി പൊട്ടിച്ചത്. പാർട്ടിയോടുള്ള അതിർത്തി അദ്ദേഹം പരസ്യമാക്കാൻ തിരഞ്ഞെടുത്തത് ഈ ദിവസം തന്നെയാണ്. കേവലം MP മാത്രമല്ല ശശി തരൂർ എന്ന് ഓർക്കണം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്, മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. നിലമ്പൂരിൽ പ്രചാരണത്തിന് തന്നെ ആരും ക്ഷണിച്ചില്ലെന്നും ഒരു മിസ് കോൾ പോലും തനിക്ക് വന്നില്ലെന്നും ക്ഷണിച്ചിരുന്നെങ്കിൽ ഉറപ്പായും പോയേനെ എന്നുമൊക്കെയാണ് തരൂർ പറഞ്ഞത്. തൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും തരൂർ കൂട്ടിച്ചേർത്തു. എന്നാൽ BJPയിലേക്ക് തരൂർ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ അദ്ദേഹം തള്ളിക്കളയുകയും താൻ കോൺഗ്രസ്സുകാരനാണെന്നും താൻ കോൺഗ്രസ് പാർട്ടിയുടെ അംഗമാണെന്നും പാർട്ടിയോടും പ്രവർത്തകരോടും ഒന്നും വിയോജിപ്പില്ലെന്നും നേതാക്കളോട് വിയോജിപ്പുണ്ടെന്നും അത് പിന്നീട് പാർട്ടിക്കുള്ളിൽ താൻ പറയും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് പാർട്ടിക്കുള്ളിലാണ് പറയേണ്ടത്, അതുകൊണ്ട് അവിടെ പറയും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നേതൃത്വവുമായുള്ള ഈ അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുന്ന ശശി തരൂർ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ദിവസം കേരളത്തിൽ UDF ഒരു ജീവൻ മരണ പോരാട്ടം നടത്തുന്ന നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ദേശീയ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാവായ ശശി തരൂർ തൻ്റെ പാർട്ടിയോടുള്ള വിയോജിപ്പ് തുറന്നു പറയുന്നത്. ഒരു മുതിർന്ന നേതാവ് തനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ തുറന്നു പറയേണ്ട ഒരു സമയമാണോ ഇത്? കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം വളരെ കറക്റ്റായ ഒരു അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതികരണം കൂടിയാണ് ഉണ്ടായത്. ഇത് കല്യാണം വല്ലതാണോ വിളിച്ചിട്ട് വരാൻ എന്ന ചോദ്യം കൂടിയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഉന്നയിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും അങ്ങനെ പ്രതികരിക്കാൻ അതിന് തയ്യാറാവുന്നുമില്ല. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കിള്ളിപ്പാലത്ത് നിന്നും മഹിയാണ്. ശ്രീ മഹി, താങ്കളുടെ MP കൂടിയാണല്ലോ ശ്രീ ശശി തരൂർ. ശ്രീ ശശി തരൂർ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വമായി അതിർത്തിയുണ്ട്, അതൊക്കെ ശരിയാണ്. ആ അതിർത്തി പലപ്പോഴും പറയുകയും നേതൃത്വം അദ്ദേഹത്തോടുള്ള അതിർത്തി പരസ്യമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് വന്ന് അദ്ദേഹം പറയുന്നു തന്നെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല, അതുകൊണ്ടാണ് താൻ പോകാതിരുന്നത്. ഒരു മിസ് കോൾ പോലും തനിന്നെ ആരും വിളിച്ചു പോലും അങ്ങനെ പോലും ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരു മുതിർന്ന നേതാവ് പാർട്ടി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണോ ഈ അതിർത്തിയൊക്കെ തുറന്നു പറയേണ്ടത്? ഹലോ സാർ, നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഹലോ സാർ, പിന്നെ ഇതിപ്പോ എന്റെ ഭാര്യ, മക്കള്, പൊടിപ്പിള്ളേര് എല്ലാം ഈ പരിപാടി നമ്മൾ ഇരുന്ന് കാണും. 4 മണി തൊട്ട് നമ്മള് 3:45 ഫോണിൽ വിളിക്കാം, അങ്ങനെയൊക്കെ കിട്ടും. നേരത്തെ വിളിക്കാം, കിട്ടെ പിള്ളേർ, പൊടിപ്പിള്ളേരെല്ലാം കാണാൻ ഇത് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, എന്തായാലും സന്തോഷം. നമ്മുടെ പരിപാടി എല്ലാ ദിവസവും കൃത്യമായി കാണുകയും വിളിച്ച് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണിത്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പറഞ്ഞോളൂ. അപ്പൊ ശശികല MP തിരുവനന്തപുരത്ത് ഒന്നും ചെയ്യണില്ല, ചുമ്മാ വേണം അത് ഇത് ചെയ്യുന്നതല്ല, വെറുതെ കിടന്ന് വായടിക്കുകയാണ്. ഇത് കോൺഗ്രസ് ആകുമ്പോൾ തമ്മിൽ അടിയാണ്. ഇപ്പൊ അമ്മമാർക്ക് അധികാരം കിട്ടിയാൽ ഇതിന് അപ്പുറമായിരിക്കും. ഒരിക്കലും അധികാരം കിട്ടൂല. 3-4 ദിവസം തന്നെ വരും, അതിനൊരു സംശയമില്ല. 100 ദിവസം തന്നെ വരും. ഇവർ തമ്മിൽ അടികളാണ്, അറിയാല്ല. 6 മുഖ്യമന്ത്രിമാരാണ്. ശരി, നമ്മുടെ വിഷയം എന്തായാലും തരൂരുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് അതിൽ നിൽക്കാം. ഈ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കളുടെ കൂടി MP ആണല്ലോ ശ്രീ ശശി തരൂർ. അദ്ദേഹം നിരന്തരം ഇങ്ങനെ വിവാദങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിയുമായി പരസ്യമായി ഇടുകയും പാർട്ടി അദ്ദേഹത്തുമായി അതിർത്തി പ്രകടമാക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇന്ന് ഈ അതിർത്തിയൊക്കെ പറഞ്ഞ ദിവസം അത് നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ആളുകൾ ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത് തന്നെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല, താനില്ലെങ്കിലും ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് തുറന്നു പറഞ്ഞത് ആ ഒരു രീതി ഒരു മുതിർന്ന നേതാവിനെ സംബന്ധിച്ച് ശരിയാണോ? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. എനിക്ക് പറയാനുള്ളത്, തരൂര് തന്നെ ഇപ്പൊ കോൺഗ്രസ് നകർന്നുകൊണ്ടിരിക്കുന്ന സമീപനമാണ് കാണുന്നത്. പ്രത്യേകിച്ചും തരൂർ അവിടെ പോകുമ്പോൾ മുസ്ലിം ലീഗിന് ഒരു കാരണവശാലും തരൂർ ഇറങ്ങരുതെന്ന് APCC DCC ബൂത്ത് വരെ മുകളിൽ അവർക്ക് രഹസ്യ ക്ലാസ്സുകളുണ്ട്, വ്യക്തമായ കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം കല്യാണമാണോ എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കല്യാണമാണോ ക്ഷണിക്കാന്ന് ചോദിച്ചു. പക്ഷേ KPC പ്രസിഡന്റുമാരും DC പ്രസിഡന്റുമാരും മുൻ നേതാക്കന്മാരും ഏതെല്ലാം പരിപാടി പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചില്ല, പോയില്ല എന്ന്. അപ്പോഴൊക്കെ പറയാത്തുണ്ട്. ഇതുപോലെ കല്യാണമല്ല, സുധാകരൻ സാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് ആൾക്കാർ പേര് പറയുന്നില്ല. പക്ഷെ തരൂരിനെ പോലെ ഒരു മുതിർന്ന നേതാവ് അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അതിർത്തി ഉണ്ടെങ്കിൽ പോകാതിരിക്കുക, അത് വോട്ടെടുപ്പിന് ശേഷം തുറന്നു പറയുക, അതല്ലേ ഒരു പാർട്ടി പ്രവർത്തകൻ. ഇപ്പോൾ CPM ഏതെങ്കിലും ഒരു നേതാവിനാണ് ഏതെങ്കിലും തരത്തിൽ അതിർത്തി ഉണ്ടെങ്കിൽ അവരാരെങ്കിലും വോട്ടെടുപ്പിന്റെ ദിവസം വന്ന് തുറന്നു പറയുമോ? അങ്ങനെ അത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എന്റെ കിരൺ സാറെ മുമ്പ് പറഞ്ഞല്ലോ, തരൂരും
നമ്മളെ കുറെ നേതാക്കന്മാർ BJPക്ക് പോകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് സാറിന് വ്യക്തമായി, സാറിന് പൊതുവെ എത്ര വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. എന്തായാലും അദ്ദേഹം BJPയിലേക്ക് പോകുന്നില്ല, അങ്ങനെ ഉള്ള ഒരു ആലോചന ഒന്നും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ശരി ശ്രീ ശിവദാസൻ. നമുക്ക് ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അല്ല തരൂരിന്റെ കാര്യം പറഞ്ഞാല് അദ്ദേഹം ഒരു വലിയൊരു കഴിവുള്ളൊരു മനുഷ്യനാണ്, അതിൽ ആർക്കും ഒരു സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പം പിന്നെ മുസ്ലിം ലീഗിനെ പേരിപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് ക്ഷണിക്കാത്തതും പിന്നെ അദ്ദേഹത്തിന് അതിൻ്റെതായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിവുള്ള ഒരു മനുഷ്യന്റെ കഴിവുകളെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിൽ എന്താ തെറ്റ്? BJP ആയിട്ട് പിന്നെ അദ്ദേഹം BJPയിൽ പോയിട്ടില്ല, BJPയിലെ വക്താവല്ല, ഒന്നുമല്ല. അദ്ദേഹത്തിനെ ഒരു ചുമതല ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. അല്ല, പക്ഷേ തരൂരിനെ പോലെ ഒരു മുതിർന്ന നേതാവിന് പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ട ഒരു സമയം, അത് അവതരിപ്പിക്കേണ്ട രീതി, അത് ഇങ്ങനെ ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ വോട്ടെടുപ്പിന്റെ ദിവസം തന്നെ സ്വാഭാവികമായും അത് UDF-നല്ലേ തിരിച്ചറിയുന്നത്? അയ്യോ, അതിൽ നിങ്ങൾക്ക് പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് ചോദിച്ചോണ്ടല്ലേ അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചത്, ഞങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കലാണ് ഞങ്ങളുടെ ജോലി, അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കും. അത്തരം വാർത്തകളൊക്കെ ഏതെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വിവാദ ചോദ്യങ്ങൾ ചോദിക്കും. അവിടെ എന്ത് പറയണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ആ നേതാക്കന്മാരല്ലേ. ആയതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അദ്ദേഹം നിഷ്കളങ്കനായതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അത്ര നിഷ്കളങ്കനാണ് ഈ ശശി തരൂർ എന്നൊക്കെ നമുക്ക് കരുതാനാവോ? തരൂരൊക്കെ എത്രയോ രാഷ്ട്രീയ കളികൾ, വൻവൻ കളികളൊക്കെ കളിക്കുന്ന ആളാണ്. അങ്ങനെ എവിടെ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്ത ആളൊന്നും അല്ല ശശി തരൂർ. എന്തായാലും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം കിടന്ന് ഉരുണ്ട് കളിക്കാമായിരുന്നു, കേട്ടാ, വ്യക്തമായിട്ട് കേള്. അതായത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉരുണ്ട് കളിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ കള്ളവും കാപറ്റ്യവും മറ്റുള്ളതൊന്നും മനസ്സിലില്ലാത്തതുകൊണ്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞായിട്ടില്ലേ, വിവരമുള്ള ആരെങ്കിലും ഈ കൂടോത്രംകാരന്റെ ഇങ്ങനെയുള്ള വിവരം കെട്ട വാക്കുകൾ പറയോ, കല്യാണമാണ് മറ്റേ തേങ്ങയാണ്, ഇതൊക്കെയാണ് അവർ രാഷ്ട്രീയക്കാരൻ പറയാനുള്ളത്. ആ രണ്ട് പിന്നെ ഉണ്ണിത്താനെന്ന് പറഞ്ഞാൽ വിജയിച്ചു വരുന്നത് ഉണ്ണിത്താന്റെ കഴിവുകൊണ്ടല്ല അവിടെ വിജയിച്ചു വരുന്നത്. രണ്ട് ചെറുപ്പക്കാരുടെ ജീവന്റെ വിലയാണ് ഉണ്ണിത്താൻ എന്ന് MP ആയിട്ടിരിക്കുന്നത്. അത് അറിയാന്നുള്ള കൊച്ചു കുട്ടിക്ക് വരെ അറിയാം. ഉണ്ണിത്താനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ രാഷ്ട്രീയ വിലയില്ലാത്തൊരു മനുഷ്യനാണ്. ശരി, അങ്ങനെയൊന്നും നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നത് ശരിയല്ല ശ്രീ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം 2 തവണ വിജയിച്ചാണ്, അതും തിരുവനന്തപുരം ഇവിടുന്ന് പോയി കാസർഗോഡ് മത്സരിച്ച് വിജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ മത്സരിച്ച് വിജയിച്ച ഒരാളാണ് ഉണ്ണിത്താൻ. അതുകൊണ്ട് ഉണ്ണിത്താനെ അങ്ങനെ നമ്മൾ മോശക്കാർ അയാളെ പറഞ്ഞ് വിമർശിക്കാം, പക്ഷെ വിലയില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. 2 തവണ ജയിച്ച ഒരാളല്ലേ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ ഇത് മറന്നുപോയല്ല, പണ്ട് മുരളീധരനെ കുറിച്ച് അതൊക്കെ ശരി, അതെല്ലാം ശരി. പക്ഷെ ഒരു MP ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനങ്ങൾ അംഗീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അത് മുരളീധരൻ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അറിയപ്പെടുന്ന മറ്റേ ആളായി അതൊക്കെ ശരി, അങ്ങനെയൊക്കെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. അതാണ് പറഞ്ഞത്, ഒരു പക്വതയില്ലാത്ത. അതുകൊണ്ട് ഈ പിന്നെ ഉണ്ണിത്താൻ പറഞ്ഞതിനൊന്നും എടുത്തു വെച്ച് കമ്പയർ ചെയ്യല്ലേ. ഒരു വിവരം എന്നുള്ളത് അത് മാത്രമോ രാഷ്ട്രീയത്തിലെ കൂടോത്രക്കാരനാണ്. താങ്കൾ അങ്ങനെ നമ്മളെ വ്യക്തിപരമായ ആരും അധിക്ഷേപിക്കേണ്ടതില്ല, രാഷ്ട്രീയത്തോട് നമുക്ക് ഉപയോഗിക്കാം. ശരി ശ്രീ ഉണ്ണികൃഷ്ണൻ, ഞാൻ അടുത്ത ആളിലേക്ക് പോയിക്കോട്ടെ. ശരി, ശ്രീ സതീഷാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ സതീഷ്, ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ നിൽക്കുകയാണ് നിലമ്പൂരിൽ കോൺഗ്രസും UDF-ഉം ഒക്കെ. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF-ന് അടിപതറിയാൽ സ്വാഭാവികമായും UDF-ന്റെ ഇതുവരെ ഉണ്ടായിരുന്ന വലിയ മേൽക്കൈയെല്ലാം അവസാനിക്കുന്ന ഒരവസ്ഥ വരും. UDF-ന് തന്നെ വലിയ തോതിൽ അത് തിരിച്ചടിയാവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് തരൂരിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പറയുന്നത് തന്നെ ആരും നിലമ്പൂരിനെ ക്ഷണിച്ചില്ല, അതുകൊണ്ടാണ് പോകാതിരുന്നത്, മിസ് കോൾ പോലും അതിൻ്റെ പേരിൽ ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നു. ശ്രീ സതീഷ് പറഞ്ഞോളൂ. ഹലോ സതീഷ് പറയാം. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ്. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് തരൂരിനെ അങ്ങോട്ട് വിടാണ്ടിരുന്നത്. കാരണം അയാളുടെ പ്രതിപക്ഷത്തിന് അനുകൂലമായ വർത്താനം അയാൾ പറയുള്ളൂ. കാരണം അവിടെ BJP വലിയ കാര്യമാണ് ചെയ്യണത്, അതുപോലെ CPM ഇവിടെ പിണറായി വിജയൻ വലിയ കാര്യമാണ് ചെയ്യുന്നത് അയാൾ പറയുള്ളൂ. കാരണം അയാൾ ഈ കോൺഗ്രസിന്റെ ഒരു MP ആണ്. കോൺഗ്രസിനെ അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മൾ കണ്ട് BJPയുടെ കൂടെ കൂടി അയാൾ പോകട്ടെ, പക്ഷെ അയാൾ BJP എടുത്തിരിക്കുന്ന തന്ത്രം എന്ന BJPയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPക്ക് അനുകൂലമായിട്ട് വർത്താനം പറയുകയാണ്. പോയാൽ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ അയാൾ ശരിക്കും ചെയ്യുന്ന തന്ത്രമാണ്. അതുകൊണ്ടാണ് അയാൾ എന്ത് വിശ്വകരനാന്ന് പറഞ്ഞാലും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും അയാൾ തുലയ്ക്കുന്ന കാര്യങ്ങളാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ടും അയാളെ ഇടപെടാണ്ടിരുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ,
താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ശശി തരൂരിന് അതിർത്തി ഉണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ട ഒരു സമയമാണോ ഈ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം? അല്ല, ഒരിക്കലല്ല. അയാള് ഈ പറഞ്ഞ പോലെ ആരോഗ്യ സൗഖ്യത്തിന്റെ കല്യാണമല്ലോ അവിടെ നടക്കുന്നത്, പ്രത്യേക ഷെൽക്കോ ചെയ്യാൻ. ഈ കുറച്ചു കാലങ്ങളായിട്ട് തീർത്തും മര്യാദ കെട്ട പരിപാടിയാണ് ഈ ശശി തരൂർ കാണിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. വർക്കിംഗ് കമ്മിറ്റി മെമ്പറാ. ഈ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പോയി സാധാരണ ഇപ്പോൾ നമ്മളെ ഭാര്യ അക്കവിടെ ചെറുപ്പക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എപ്പോഴും ഭർത്താവ് പറയിക്കുക. നമ്മൾ ചെറുക്കം പറയാം, അയ്യോ അത് വെറും അല്ല സാധാരണ പലകാരൻ, അതേപോലെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഇയാൾ ഇപ്പോഴത്തെ നിർത്തി മോദിക്ക് സുധിവാദമില്ല. അതുകൊണ്ട് ഇയാള് ഒന്നിട്ട് കോൺഗ്രസ്സുകാർക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഇയാൾ പുറത്താക്കുക, അല്ലെങ്കിൽ ഇയാൾ സ്വമേധയാ പുറത്തു പോകുക. ഈ രണ്ട് നാട്ടുകാർക്ക് നാണക്കടയിൽ പോകും. ശരി, ഓക്കെ, താങ്ക് യു. ശ്രീ ദാസനാണ് വളരെ വേഗത്തിൽ തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത്. എന്തായാലും മറ്റ് പൊതുവേദി പ്രേക്ഷകർ കൂടി മാതൃകയാണ് അത്തരത്തിൽ വർത്തമാനം പറയുന്നത്. ശ്രീ ഭാസ്കരൻ വി ആണ് പറയുന്നത്, അദ്ദേഹം യൂട്യൂബിലെ കമൻറ്റ്, കോൺഗ്രസിൻ്റെ നല്ല തീരുമാനം, അവിടെ വന്ന് അയാൾ ചിലപ്പോൾ മോദിയെ പുകഴ്ത്തുമെന്ന് പറയുന്നു. വി ടി പറയുന്നു, ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായും ബി ജെ പിക്കാരനുമാണ് എന്ന് പറയുന്നു. അരുന്ധതി കോയപ്പറമ്പത്ത് കിരൺ നമസ്കാരം എന്ന് പറയുന്നു. നമസ്കാരം പറയുന്നു. സുൽകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് പറയുന്നു. ലാലൻ എം പറയുന്നു. ശ്രീ ചന്ദ്രനാണ് ഇനി അടുത്തത് ചെയ്യുന്നത്. ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കളുടെ കൂടി എം പി ആണല്ലോ ഈ ശശി തരൂർ. ഈ ശശി തരൂരിനെ പോലെ ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ് എന്നതുകൂടി ആലോചിക്കണം. അങ്ങനെ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ അതിർത്തി പുറത്തു പറയാൻ, അതിർത്തി ഉണ്ടെങ്കിൽ അത് പറയാൻ എടുത്ത സമയം, അത് നിലമ്പൂരിൽ പാർട്ടി ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് മറ്റു പാർട്ടികളെ, എതിരാളികളെ സഹായിക്കുന്ന രീതിയിലായി പോയി എന്ന് തോന്നുന്നുണ്ടോ? കിരൺ സാറേ, ഈ കോൺഗ്രസ് ഇനി നന്നാവൂല സാർ. ഒരു അദ്ദേഹം പോയിക്കൊണ്ടിരിക്കണേ. അതായത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ രാജ്യങ്ങളിലെല്ലാം പോയി നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് മടങ്ങി വന്ന ആളിനെ ഇവർ വിസ്മരിച്ചു. അവരെ വിളിക്കേണ്ട കാര്യമുണ്ടല്ലോ. ഈ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ട് പാർട്ടി പരിപാടികൾ എല്ലാം അങ്ങനെയാണ് സാർ. നമ്മൾ ആഫീസിൽ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ട് അതനുസരിച്ച് തന്നെയാണ് ഓരോ സ്ഥലത്തേക്ക് ഓരോരുത്തരെ വിടുന്നത്. അതില്ല, അതിന് വിളിക്കണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. പിന്നെ അദ്ദേഹം ഇപ്പോഴത്തെ വിളിച്ചു പറഞ്ഞ് ഈ വർഷം കഴിഞ്ഞാലും വിളിച്ചു പറയണമല്ലോ സാർ. ആ വിളിച്ചു പറഞ്ഞതിനകത്ത് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കൂടാതെ തന്നെ കോൺഗ്രസ് ഇനിയും കുറച്ച് നല്ല പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി, ശ്രീ ചന്ദ്രനായർ അങ്ങനെ ഈ ദിവസം പറഞ്ഞതിന് തെറ്റില്ല എന്നാണ് പറയുന്നത്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ശശി തരൂരിനെ പോലെ ഒരു തലമുതിർന്ന കോൺഗ്രസ് നേതാവ് തൻ്റെ അതിർത്തി പ്രകടമാക്കാൻ എടുത്ത ദിവസം, അത് നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നത് ആലോചിക്കണം. അങ്ങനെ പറഞ്ഞത് ശരിയാണോ? ശ്രീ മുഹമ്മദ്, താങ്കൾ പറയാം, പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തതിൽ 8ാമത്തെ പേര് തരൂരിൻ്റെതാണ്. അതെ, അതാണ് ഇപ്പൊ ഓല പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്, പിന്നെ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല, മിസ് കോൾ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു കാര്യം ചെയ്യുക, അദ്ദേഹം ഒന്നുകിൽ ഇതിന്ന് പോവുക, മറ്റേ വഹിക്കുക. അപ്പൊ അതും ചെയ്യണില്ല. ഒരു കാല് ബി ജെ പിയിലും ഒരു കാല് മറ്റേ കോൺഗ്രസിലും ആയിക്കൊണ്ട് നിൽക്കുക. കോൺഗ്രസിന്റെ എം പി ആണ്. അതല്ലെങ്കിൽ നേതൃത്വം അയാളെ പിരിച്ചു വിടണം, അതല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക പോലൊക്കെ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അയാളെ പെട്ടെന്ന് കോൺഗ്രസ്സുകാർ ഒഴിവാക്കണം എന്നുള്ള പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പറയുന്നത് സത്യമാണ്, ബട്ട് സത്യം പറയുമ്പോൾ പൊള്ളുമെന്ന് സുനിൽകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ മോഹനൻ ES പറയുന്നു, കാരസ്കാരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലേന്ദ്രേണ കയ്പ് ചുമപ്പതുണ്ടോ എന്ന് ചോദിക്കുന്നു. എത്ര കാലം കാരസ്കാരത്തിൻ്റെ ഗുരു, കാഞ്ഞിരത്തിൻ്റെ ഗുരു പാലിലിട്ടാലും അതിൻ്റെ കയ്പ് അങ്ങനെ തന്നെ നിൽക്കുമെന്നുള്ളത് അത് ശശി തരൂരിനെ ഉദ്ദേശിച്ച് ആയിരിക്കും പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസിന് പറ്റില്ലെങ്കിൽ ശശി തരൂരിനെ പുറത്താക്കുക, അതല്ലേ വേണ്ടതെന്ന് ചോദിക്കുന്നു സുനിൽകുമാർ. ഗ്ലാഡിയേറ്റർ പറയുന്നു, കേന്ദ്രം ശശി തരൂരിനെ ഗവർണറാക്കിയാൽ തിരുവനന്തപുരത്ത് റീ ഇലക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു സാധ്യത, ഒരു പൊളിറ്റിക്കൽ സാധ്യത അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ് ശ്രീ ഗ്ലാഡിയേറ്റർ. എന്തായാലും കൊള്ളാം അത്തരം പൊളിറ്റിക്കൽ സാധ്യതകളൊക്കെ. എന്തായാലും ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ ദിവസം വന്ന് ഈ ഇത്തരം അതിർത്തിയൊക്കെ പരസ്യമാക്കുന്നത് അത് എത്രത്തോളം യോജിക്കാൻ കഴിയുന്നൊരു നിലപാടാണ്? നമസ്കാരം കിരൺ സാറേ. നമസ്കാരം. ഈ നിലമ്പൂരിൽ പോകാൻ വേണ്ടിയിട്ടേ കോൺഗ്രസിന്റെ അധികാരമൊന്നും വേണ്ട, പുള്ളിക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പോരെ. ആരാണ്ട് ഇവിടെ ക്ഷണിച്ചോ? അത് കോൺഗ്രസിനോട് ചോദിച്ചിട്ടാണ് അയാൾ ഈ BJP-യിൽ ഓരോ വേണ്ടി നടക്കുന്നത്. 2 വെള്ളത്തിൽ കാലിൽ യാത്ര ചെയ്യാതിരിക്കുന്ന പുള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പം അദ്ദേഹത്തോട് യാതൊരു വിധമായ സമീപനത്തിനും പോകുന്നില്ല. പോരുത്, അതാണ് എനിക്കും പറയാനുള്ളത്.
ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, അതിൻ്റെ മുതിർന്ന നേതാക്കൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവരുടെ അതിർത്തി ഈ മട്ടിൽ പരസ്യമാക്കുന്നത് അത് എത്രത്തോളം ഒരു നേതാക്കൾക്ക് യോജിച്ച ഒരു നടപടിയാണ്? ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ജയ ആണ് കൊല്ലത്തു നിന്നും. ശ്രീ ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശശി തരൂരിൻ്റെ ഇന്നത്തെ വാക്കുകളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? നമസ്കാരം. നമസ്കാരം. ആര്യാടൻ ഷൗക്കത്തിന്റെ കല്യാണം അല്ലല്ലോ ലെറ്റർ അടിച്ചു കൊടുത്ത് അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട്. ഒരു 1% എങ്കിലും പാർട്ടിയോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങ് അതിന് പോയേനായിരുന്നു. പക്ഷേ ഈ തരൂരിനെ പോലെ മുതിർന്ന നേതാക്കൾക്ക് ഒരു പരിപാടി ഇട്ടിട്ട് എന്ന് വരാൻ പറ്റുമെന്നൊക്കെ വിളിച്ചു ചോദിക്കണ്ടേ? ഒരു മര്യാദയല്ലേ? അത് അദ്ദേഹത്തിന്റെ പേര് അതിലുണ്ടല്ലോ, ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത ലിസ്റ്റിലുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നും അദ്ദേഹത്തെ ഇന്ന ദിവസം താങ്കൾക്ക് അവിടെ വരാമോ അല്ലെങ്കിൽ അവിടെ പ്രചരണം നടത്താമോ എന്ന് ചോദിക്കാൻ മര്യാദയില്ലേ? അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നല്ലോ. BJPയുടെ വാലും പിടിച്ച് അവിടെ ഇവിടെയൊക്കെ പോയേക്കുമല്ലായിരുന്നോ? അത് കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് മേലായി. ആയിരിക്കട്ടെ. പക്ഷെ ഇത് ഈ ഒരു ദിവസം അത് ചെയ്തത് പുള്ളി ഒരിക്കലും ശരിയല്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനാന്ന് പറയാൻ ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരി എന്ന നില എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ട്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഏലിയാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തരൂര് അവസാനം ഗതി മുട്ടിയാണോ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത്? തരൂരിപ്പോ ഗതി മുട്ടി ചിലപ്പോ അവിടെ ഇപ്പൊ നമ്മളെ ചേച്ചി പറഞ്ഞ പോലെ ചൗക്കത്തിന്റെ കല്യാണമൊന്നും അല്ല അപ്പോൾ തരൂരിനെ ക്ഷണിക്കാൻ. തരൂരിപ്പോ അവിടെ ഇല്ലെങ്കിലും ഇവിടെ കോൺഗ്രസ് പാർട്ടി UDF ഇവിടെ ഒറ്റക്കെട്ടല്ലേ. തരൂരിനെ നോക്കിക്കൊണ്ട് വോട്ടർമാർ നോക്കൂ. തരൂര് വേണമെങ്കിൽ വരിക. തരൂരിനെ പോലെ ഒരു നേതാവ് വന്നാൽ സ്വാഭാവികമായും കോൺഗ്രസിന് അപ്പുറമുള്ള കുറച്ച് വോട്ടൊക്കെ പിടിക്കാൻ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു നേതാവല്ലേ? ആര്? തരൂരോ? തരൂരിന് അവിടെ നേതാവ്. തരൂരിനെ രക്ഷപ്പെടുത്തിയത് കോൺഗ്രസ് അല്ലേ. അല്ലെങ്കിൽ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് തരൂര് പോയ വഴി പുല്ല് മുളയ്ക്കൂലായിരുന്നു. തരൂരിനെ ഒന്നും കണ്ടിട്ട് UDF തകരൊന്നുമില്ല. തരൂര് എനിക്ക് പറ്റില്ലെങ്കിൽ തരൂര് നല്ല വഴി നോക്കണം. BJP പോണെങ്കിൽ BJP പോയിക്കോട്ടെ. ചേച്ചി പറഞ്ഞ പോലെ അത് മറ്റേ ആര്യാടൻ ഷൗക്കത്തിന്റെ കല്യാണം അല്ല വിളിക്കാൻ. വിളിക്കുന്ന രീതി കൂടി ഉണ്ട്. വിളിക്കും, ഇന്ന ദിവസം വരാൻ പറ്റുമോ, ഇന്ന ദിവസം ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടോ, അങ്ങനെ ഒന്നും വിളിച്ചില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെ കല്യാണം ഒന്നുമല്ലല്ലോ സാറാ ഇത്. കല്യാണമാണെങ്കിൽ പിന്നെ നമുക്ക് പോയി വിളിക്കാം. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDFന്റെ വോട്ടും വാങ്ങി ജയിച്ചതാ. തരൂര് സ്ഥലത്തൊരു ഇലക്ഷൻ നടക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും വെച്ച് തരൂർ ഇപ്പൊ അവിടെ വരെ ഒന്ന് പോയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലോ. ശരി, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു വേണമെങ്കിൽ തരൂരും. ശരി, ശ്രീ പരവൂരിൽ നിന്നും ശ്രീ മുരളീധരനാണ്. ശ്രീ മുരളീധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് കനത്ത തിരിച്ചടിയാണ്. ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു തിരിച്ചടിയിലേക്കൊക്കെ പോകും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ആ ദിവസം തന്നെ, വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഈ തരത്തിൽ ശശി തരൂർ പ്രതികരിച്ചത് എന്നോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഹലോ, ശ്രീ മുരളീധരൻ പറഞ്ഞു. മുരളീധരൻ, നോർത്ത് പറവൂർ. ശരി, ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഈ ശശി തരൂര് ചെയ്തത് തെറ്റാണെന്ന് ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും മറ്റുള്ളവരും പറയുമ്പോൾ അതിനകത്തൊരു പ്രധാന ഘടകം, ഒരു വലിയൊരു സംവിധാനത്തിനാണ് ശശി തരൂർ നിൽക്കുന്നത്. അദ്ദേഹം തെറ്റ് ചെയ്ത ചോദ്യം ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ മുകളിലുണ്ട്. പക്ഷെ ശശി തരൂർ ഒരു കാല് BJPയിൽ വെച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നവർക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ ഒരു കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മേലിലുള്ള എല്ലാ നേതാക്കന്മാരും ഒരു കാല് പൊക്കിപ്പിടിച്ച് നിൽക്കുകയാണ് ഏത് സമയത്തും BJPയിലോട്ട് പോകാൻ. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഈ ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്? അങ്ങനെയുള്ള ഒരു കോൺഗ്രസിനെ ഇനി ഇതൊന്നും ഒരിക്കലും നന്നാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീലതയാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീമതി ശ്രീലേഖ, താങ്കൾ എങ്ങനെയാണ് ഈ തരൂരിന്റെ ഈ അവസരത്തിലെ പ്രതികരണത്തെ കാണുന്നത്? ശ്രീലേഖ, കേൾക്കാമോ? നരേന്ദ്രമോദി ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി BJPയുടെ ആളല്ല, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണം. രാജ്യം വേറെ, പാർട്ടി വേറെ. രാജ്യത്തിന്റെ നന്മയ്ക്ക് ഉതകുന്ന ഏത് കാര്യത്തിന് വേണ്ടി പോകുന്നത് നല്ലതാണ്. അത് പാർട്ടിയായിട്ട് കൂട്ടാൻ പാടില്ല. രാജ്യം വളരെ ഉന്നതിയിലാണ് നിൽക്കുന്നത്.
അപ്പൊ രാജ്യത്തിന്റെ കാര്യത്തിന് പോയ ആളെ ശശി അതിനെ നമ്മൾ ബഹുമാനിക്കണം. ശ്രീലേഖ, ഒരു ചെറിയ സംശയം, ഒരു ചെറിയ സംശയം. ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിന്ന് ജയിച്ച ആളാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിന്ന് ജയിക്കുമ്പോൾ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ സംസ്ഥാനത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ ഒക്കെ കാര്യത്തിന് വിളിച്ചാൽ ഞാൻ എന്റെ പാർട്ടിയുമായി സംസാരിച്ച ശേഷം ഞാനൊരു തീരുമാനമെടുക്കാം എന്ന് പറയുന്നതല്ലേ ഒരു മര്യാദ? അങ്ങനെ പറയരുത്. രാജ്യത്തിന്റെ ഉള്ളില് പാർട്ടിയുണ്ട്, രാജ്യത്തിന്റെ പുറത്ത് പാർട്ടിയില്ല. രാജ്യത്തിന്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഈ പാർട്ടിയുടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണല്ലോ തരൂരിനെ വിളിച്ചത്, അല്ലാതെ വേറെ ആരുടെയും പ്രതിനിധിയായിട്ട് വിളിച്ചല്ലോ. കോൺഗ്രസിന്റെ പ്രതിനിധിയായി വിളിക്കുക, എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികളെ വിളിച്ചു. അപ്പോൾ ആ പാർട്ടിയോട്, അവർക്ക് ആ പാർട്ടിയോട് ഉത്തരവാദിത്തമില്ലേ? പോകണോ വേണ്ടേ? പോകുന്നതിന് തെറ്റില്ല, പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ പാർട്ടിയോട് പറഞ്ഞിട്ട് പോകണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? അതെ, പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറിയ പാർട്ടികൾ, നമ്മള് പ്രധാനമന്ത്രി ഉന്നതിയിലാണ് പിരിക്കുന്നത്, പ്രധാനമന്ത്രിയും പ്രസിഡന്റ് എല്ലാം. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴത്ത് പിന്നെ പാർട്ടിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ നമുക്കത് അങ്ങനെ പ്രധാനമന്ത്രിയാണോ ശ്രീലേഖ ശശി തരൂരിനെ എം പി ആക്കിയത്? കോൺഗ്രസ് പാർട്ടിയല്ലേ? അപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്വം വേണ്ടേ? അയ്യോ, അതൊക്കെ നമ്മുടെ രാജ്യത്തിന് മരണത്തിന് വരുന്ന യുദ്ധം വരുമ്പോ ജനങ്ങളുടെ മരണോ യുദ്ധത്തിനൊന്നല്ല. ഇത് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരു സംഘത്തെ തീരുമാനിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയോട് അനുമതി ചോദിക്കുക എന്നൊരു സാമാന്യ മര്യാദയല്ലേ? അല്ല, അത് വേറൊരു കാര്യം. നമ്മുടെ തെറ്റില്ല എന്ന് കാണിക്കാനും നമ്മുടെ തെറ്റുകുറ്റകള് പറഞ്ഞ് മനസ്സിലാക്കാനല്ല നമ്മൾ പോയത്. അപ്പൊ ഒരു പറയണ ആള് പറ്റിയ ആള് UN-ലൊക്കെ വർക്ക് ചെയ്ത ആളാണ്, പോട്ടെ. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് കുറെ എതിർത്തൊന്നുമില്ലല്ലോ, അവര് നിശബ്ദമായിട്ട് മൂളാണല്ലോ ചെയ്തത്. നമ്മള് പിന്നെ ഉണ്ടാക്കണം ഓരോന്ന് കുറെ സമയം എടുത്തിട്ട്. പിന്നെ ഇന്ന് പറയാനുള്ളവർ പറയട്ടെ, അവകാശമുണ്ട് ജനാധിപത്യത്തില്. ഏത് ദിവസം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീലേഖ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഈ മട്ടിൽ പറഞ്ഞെങ്കിൽ താങ്കൾ എങ്ങനെ പറയും? ഒരു കുഴപ്പമില്ല. ജനങ്ങള് ഭയങ്കര ശക്തിയുള്ളവരെ മനസ്സ്, അവർക്കറിയാം ആരെ ജയിപ്പിക്കേണ്ടതെന്ന്. പെട്ടെന്ന് ഇങ്ങനെ ഇളകിയ തട്ടി വീഴുന്ന ആൾക്കാരല്ല വോട്ടർമാര്. അവർക്കറിയാം ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്ന്. ഒരാൾ അങ്ങോട്ട് വന്ന് പറഞ്ഞു, മനസ്സ് അങ്ങോട്ട് അലിഞ്ഞു, അല്ലെങ്കിൽ മനസ്സ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, അങ്ങനെയുള്ള ജനങ്ങള് നമ്മുടെ കേരളത്തിലില്ല. പിന്നെ ഇതിലൊക്കെ ഭയക്കുന്ന ആളുടെ അഭിപ്രായം പറഞ്ഞോട്ടെ, അതിനെന്താ കുഴപ്പം? രാജ്യത്തിന്റെ പുറത്തുപോക്കോട്ടെ, അതിനും വ്യക്തമാണ് ശ്രീലേഖ. നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ റാസിഖാണ് തിരുവനന്തപുരത്ത്. ശ്രീ റാസിഖ്, താങ്കൾ എങ്ങനെയാണ് തരൂരിന്റെ ഇന്നത്തെ ഈ അഭിപ്രായ പ്രകടനത്തെ കാണുന്നത്? തരൂര് തിരുവനന്തപുരത്ത് 3 പ്രാവശ്യം ജയിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇത് വെച്ചിട്ടാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ വോട്ടില്ലാതെ തരൂരിന്റെ വ്യക്തിപരമായ വോട്ട് വേണം. കോൺഗ്രസിന്റെ വോട്ട് പ്ലസ് തരൂരിന്റെ കുറച്ച് വ്യക്തിപരമായ വോട്ട് കൂടെ കാണും, അല്ലാതെ കോൺഗ്രസിന്റെ വോട്ടില്ലാതെ ജയിക്കില്ല. ഞാൻ ആ പോയിന്റിലേക്ക് വരുവാണ്. അദ്ദേഹം ഇവിടെ വരുമ്പോ തന്നെ UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കാൻ തോറ്റിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുവാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിവൈഭവം കാണിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുവാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മള് കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. അപ്പോ കോൺഗ്രസിന്റെ പാർട്ടിക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അത് തരൂര് എത്ര ഉന്നതനായാലും പാലിക്കേണ്ടതാണ്. നേരത്തെ ആരൊക്കെ പറയുന്ന കേട്ടു കല്യാണമല്ലേ, അങ്ങനെയൊന്നും നിലവാരമില്ലാതെ പറയേണ്ട കാര്യമില്ല. തരൂരിന്റെ വ്യക്തിപരമായ ഒരു എന്താ പറയാ ഒരു ഓറ ഉണ്ട്. അത് നമ്മൾ തകർക്കാനൊന്നും കൊണ്ട്. ഇദ്ദേഹം എങ്ങോട്ട് പോയാലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനായിട്ട് ചൊറിയുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അവര് തന്നെയല്ലേ ഇദ്ദേഹത്തെ ജയിപ്പിച്ച് 3 തവണ ജയിപ്പിച്ച് ഈ നിലയിലാക്കിയത്. ശ്രീ റാസിഖിന്റെ ടെലിഫോണിൽ നിന്ന് തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ സലീമാണ് മലപ്പുറത്ത് തോന്നുന്നു. ശ്രീ സലീം, താങ്കൾ നിലമ്പൂരിലാണോ അതോ മലപ്പുറത്ത് എവിടെയാണ്? മലപ്പുറം പാണക്കാട്. ശരി, ഓക്കെ. അപ്പൊ താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ തരൂരിന്റെ ഇന്നത്തെ പ്രതികരണം തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും ഒക്കെ തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ചിലരുടെയെങ്കിലും വോട്ടിനെ? അതിന് സാധ്യത കുറവാണ്. കാരണം തരൂര് ഇന്നലെ പറയേണ്ടതായിരുന്നു. കാരണം പിന്നെ കേരളത്തിലുള്ള മലപ്പുറം ജില്ലയിലുള്ള ഓരോ മെമ്പർക്കും ഓരോ വാർഡ് കമ്മിറ്റി പ്രസിഡന്റിനും ഇന്ന സ്ഥലത്ത് നാളെ വർക്ക് ചെയ്യണം, ഇന്ന സ്ഥലത്ത് കൊടുക്കണം എന്നുള്ള അവർ ചാർട്ട് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പലരും വർക്ക് ചെയ്യുന്നത് ഓരോ നിലമ്പൂരിൽ ഓരോരോ മണ്ഡലത്തിൽ ഓരോരോ പ്രദേശത്തെ ബൂത്ത് കമ്മിറ്റി ഇത് ഏരിയ കൊടുത്തിട്ടുണ്ട് എവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഒന്നും പറയാതെ അങ്ങേരെന്താ കല്യാണത്തിന് വരുന്നവർ വരണം എന്നാ അവർ പറയുന്നത്. മരണ വീട്ടുകാരും ക്ഷണിക്കൊന്നും വേണ്ട എന്ന പോലെ മരണ വീട്ടിക്ക് വരുന്നവര് തരൂര് വരണം എന്നാ പറയുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. തരൂരിനെ പോലൊരു നേതാവിനെ ക്ഷണിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ മോഹൻ പിള്ളയാണ് ചവറയിൽ നിന്നും. ശ്രീ മോഹൻ പിള്ള, താങ്കൾ എങ്ങനെയാണ് ഈ ശശി തരൂരിന്റെ യുദ്ധത്തെ പ്രതികരണത്തെ കാണുന്നത്? ഒരു കാരണവശാലും ശശി തരൂരിന്റെ അഭിപ്രായം ശരിയല്ല. 100% വിളിക്കാതെ തന്നെ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. അദ്ദേഹം തിരിച്ച് BJP-യിലോ CPM-ലോ ആയിരുന്നെങ്കിൽ എന്നേ പാർട്ടിക്ക് പുറത്തു പോകുമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതൊരു ശരിയാണ്. കോൺഗ്രസ് പാർട്ടി, അത് താങ്കൾ പറഞ്ഞൊരു പ്രധാന പോയിന്റാണ് ശ്രീ മോഹൻ പിള്ള. കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിനെയൊക്കെ ആ പാർട്ടിയിൽ ഇതൊക്കെ നടക്കും. ഇത് നേരാണ്. BJP-യിലോ CPM-ലോ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ പാർട്ടി നടപടിയൊക്കെ എന്നേ വന്നത്. വളയത്തിന് പുറത്തായ പിന്നെ പാർട്ടിയിൽ ആരാ? പുറത്തു പോയാൽ ആരുമല്ല അദ്ദേഹം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഹാമിലാണ് കഴക്കൂട്ടത്തു നിന്നും. ശ്രീ ഹാമിൽ, നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് തരൂരിന്റെ ഈ പ്രതികരണം. താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, ഞാനൊരു കോൺഗ്രസ്സുകാരനുമല്ല, ഞാനൊരു BJP-കാരനുമല്ല. തരൂരിന് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് ഇനി ഒരു കാലവും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. അപ്പം ഏതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ ചായ്വ് നടത്തുന്നതിൽ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം, അതിലൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ കോൺഗ്രസിന്റെ വോട്ടും തരൂരിന്റെ വ്യക്തിപരമായ വോട്ടും കൊണ്ട് മാത്രമല്ല ശശി തരൂർ അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ BJP വിജയിക്കുമെന്ന് കാണുമ്പോഴത്തേക്ക് അവിടുത്തെ ഇടതുപക്ഷവും CPM-ഉം വോട്ട് ശശി തരൂരിന് മറിക്കുകയാണ്. ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ശശി തരൂരിന് വേണ്ടി ഇന്നേജന്റ് ആയിട്ടിരിക്കാൻ കോൺഗ്രസ്സുകാരില്ലാത്ത ബൂത്തുകളിൽ പോലും ശശി തരൂർ ലീഡ് ചെയ്തു. അവിടെ CPM-ന്റെ വോട്ട് വളരെ 3 അക്കത്തിൽ നിന്ന് താഴേക്ക് പോയി. അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹലോ, താങ്കൾ പറഞ്ഞത് വ്യക്തമാണ് ശ്രീ ഹാമിൽ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ശശി കോൺഗ്രസ് എന്നും ഹൈക്കമാൻഡിനെതിരെ ആരെങ്കിലും നാക്കുയർത്തിയാൽ, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എപ്പോഴും പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. അന്ന് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരെ, ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചപ്പോൾ തന്നെ ശശി തരൂരിനെ കോൺഗ്രസ്സുകാർ പാർശ്വവൽക്കരിച്ചു കഴിഞ്ഞു, അരികവൽക്കരിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ നിലമ്പൂരിലേക്ക് വിളിക്കാത്തതും. ഇത് നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ ഓരോ MLA-ക്കും ഓരോ MP-ക്കും ഇന്ന ബൂത്തുകൾ വീതം വെച്ച് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി നിലമ്പൂരിൽ കോൺഗ്രസ് കമ്മിറ്റികൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പിന്നെ കോഴിക്കോട് MP രാഘവനെയും ഇദ്ദേഹത്തെയും ഒഴിവാക്കി? ശശി തരൂരിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് MK രാഘവൻ. ശ്രീ MK രാഘവനെ ഒഴിവാക്കിയതായി ഒരു പരാതി പറഞ്ഞതായി കേട്ടില്ല. ഇനി എനിക്കറിയില്ല അതിന് കൃത്യമായി. ശരി, ശ്രീ രത്നരാജാണ്. ശ്രീ രത്നരാജ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ രത്നരാജ്, താങ്കളുടെ MP കൂടിയാണല്ലോ ഈ ശശി തരൂർ. അദ്ദേഹം ഇന്നിങ്ങനെ ഒരു ഇന്നിങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് അത് യഥാർത്ഥത്തിൽ അദ്ദേഹം സഹികെട്ടിട്ട് നടത്തിയതാണോ അതോ അത് ശരിയല്ല എന്നാണ്? എന്താണ് താങ്കളുടെ അഭിപ്രായം? അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയല്ല. അദ്ദേഹം പ്രവർത്തക സമിതി അംഗമല്ലേ കോൺഗ്രസിന്റെ? അതെ. അദ്ദേഹം നമുക്ക് മാർഗദർശിയാവേണ്ട ആളല്ലേ? കേരളത്തിന്റെ പ്രതിനിധിയല്ലേ? കേരളത്തിലല്ലേ ഈ ഇലക്ഷൻ നടക്കുന്നത്? അപ്പോൾ അദ്ദേഹം അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ? അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയെ നാണം കെടുത്തുകയാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ തന്നെ ഒരു ഇതുണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷൗക്കത്താണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ഷൗക്കത്ത്, താങ്കൾ എങ്ങനെ കാണുന്നു തരൂരിന്റെ ഇന്നത്തെ ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ നടുവിൽ നിന്നുകൊണ്ടുള്ള ഈ പ്രതികരണത്തെ? അതെ സാറേ, രാജ്മോഹൻ സാർ ഉണ്ണിത്താൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷെ അതിച്ചിരി കടന്ന ഒരു പറച്ചിലല്ലേ? തരൂരിനെ പോലെ നേതാവിനെയൊക്കെ പ്രധാനപ്പെട്ട പരിപാടികൾ വെച്ചിട്ട് അദ്ദേഹത്തിന് സൗകര്യം നോക്കി ഒരു ദിവസം വിളിക്കാന്നൊക്കെ ഉള്ള ഒരു മര്യാദ കൂടി ഇല്ലേ? പറഞ്ഞോളൂ സാറേ. അത് താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ദയവേത് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പുതുതായി വിളിക്കുന്ന ആളുകൾ ദയവേത് ആ TV മ്യൂട്ട് ചെയ്ത ശേഷമാണ് സംസാരിക്കുക. ശശി തരൂരൊക്കെ ഇപ്പം ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പൊ ഈ ഒരു ശരി, ഓക്കെ. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു തരൂരിനെ പോലെ പ്രവർത്തക സമിതി അംഗമായ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും തലമുതിർന്ന നേതാക്കൾ, സീനിയോറിറ്റി കൊണ്ടല്ല, വഹിക്കുന്ന പദവി കൊണ്ട് അങ്ങനെ ഒരു നേതാവായ തരൂർ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ? തോരാമഴയിലും ആവേശം ഒട്ടും ചോർന്നു പോകാതെ കനത്ത പോളിംഗ് നടന്നുകൊണ്ടിരിക്കുക. 60%-ലേറെയായി എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഒരു മനോഹാരിതയാണ് അത് വിളിച്ചു പറയുന്നത്.
ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ പോളിംഗ് ദിവസം, തരൂരിന്റെ അപക്വമായ ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ് പാടില്ലാത്തതായിരുന്നു. അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ നേതാവൊന്നുമല്ല, ഒരു MP മാത്രമാണ്. കോൺഗ്രസ്സുകാരിലെ നേതാക്കളാരും ഇദ്ദേഹത്തെ നേതാവായിട്ട് കാണുന്നില്ല. കോൺഗ്രസ് അണികളും ഇദ്ദേഹത്തെ ഒരു കോൺഗ്രസ് നേതാവായിട്ട് കാണുന്നില്ല. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല. അതാണ് അതിന്റെ കാരണം. അപ്പോൾ അദ്ദേഹത്തെ ആ രീതിയിൽ കണ്ടാൽ മതി. ഇതൊന്നും ആരും വകവെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നല്ല. ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ കേൾക്കും. പലരും പല വിധത്തിൽ പറയുന്നുണ്ടെങ്കിലും അത് വളരെ നല്ല രീതിയിൽ പറയുന്നുണ്ട്, വളരെ മോശമായ രീതിയിലും ശരി. ശ്രീ റഷീദ, ശ്രീ ബൈജു ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബൈജു, താങ്കൾ എങ്ങനെയാണ് തരൂരിന്റെ ഇന്നത്തെ ഈ ആളുകൾ ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ തന്നെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല, ഒരു മിസ് കോളെങ്കിലും അടിച്ചിരുന്നെങ്കിൽ താൻ വന്നേനെ എന്നൊക്കെ പറയുന്നത്? ശ്രീ ബൈജു പറഞ്ഞു. അതിനകത്തൊരു കാര്യമുണ്ട് സാറേ. അതിനകത്തൊരു കാര്യമുണ്ട് സാറേ. ബാക്കി എല്ലാ നേതാക്കന്മാരെയും നമ്മുടെ APCC ക്ഷണിച്ചിട്ടല്ലേ അവിടെ ചെയ്യുന്നത്. ആരും സ്വന്തം ഇഷ്ടപ്രകാരം. അപ്പൊ അദ്ദേഹം ബൈജു എല്ലാവരെയും ക്ഷണിച്ചിട്ടൊന്നുമല്ല. ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരവിടെ തന്നെ നിന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, സ്വയം ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞൊക്കെ അങ്ങനെ ചെയ്യുകയാണ്. അല്ലാതെ ഒരു പ്രധാന എല്ലാ നേതാക്കളെയും ഒന്നും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പ്രിയങ്ക ഗാന്ധി ഏത് ദിവസം വരും എന്നത് അവരെ മുൻകൂട്ടി ക്ഷണിച്ചു കാണും, അവർ ഡേറ്റ് നൽകി കാണും, കൊടുത്ത് കാണും. അങ്ങനെ കേരളത്തിലെ MLA-മാരും ബാക്കി MP-മാരൊക്കെ ദിവസം ഉണ്ടാക്കി, ഇനി ഞാൻ ഇന്ന ദിവസങ്ങൾ അവിടെ ഉണ്ട്, ഞാൻ അവിടെ എത്തിക്കോളാം, എൻ്റെ പരിപാടികൾ ഇട്ടോളൂ എന്ന് പറഞ്ഞ് ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം MP-മാരും നേതാക്കളും ഒക്കെ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളല്ലേ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് അതൊരു വലിയ സംഭവമൊന്നും അല്ലല്ലോ. അങ്ങനെ മത്സരിച്ച് വലിയ വോട്ടൊന്നും നേടിയ ഒരാളൊന്നും അല്ലല്ലോ. വേറെ ആരും ഇല്ലായിരുന്നല്ലോ സാറേ. ഇദ്ദേഹം മാത്രമല്ല അവിടെ ധൈര്യമായിട്ട് ഉള്ളായിരുന്നു. അതിപ്പോ വേറൊരാൾ മത്സരിക്കുക, ഒരാൾ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമൊന്നും അല്ലല്ലോ. അല്ല, വലിയ വിഷയമല്ല. എന്നാല് ഇന്ത്യയിലുള്ള എല്ലാ കോൺഗ്രസ്സുകാർക്കും അദ്ദേഹത്തെ അറിയാം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വിശ്വപൗരനുണ്ട്. അപ്പൊ അദ്ദേഹത്തെ വിശ്വപൗരൻ നമ്മളങ്ങ് പറയുന്നല്ലേ, അതൊക്കെ ഒരു വിശേഷണം പറയുന്നല്ലേ. ആ പാർട്ടിക്ക് അദ്ദേഹത്തെ കൊണ്ട് ഈ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ അതിനൊരു പ്രയോജനം ഉണ്ടാവണ്ടേ? അല്ല, അത് അദ്ദേഹം അത് ഈ പാർട്ടിക്കാരല്ലേ സാറേ തീരുമാനിക്കേണ്ടത്. അവര് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് ഇന്ന ദിവസം കൊടുത്ത് അവർ വിളിച്ചോണ്ട് പോകേണ്ട എവരെ ചുമതലയല്ലേ. ശരി, രണ്ടുപേരുടെയും ഭാഗത്ത് വേണമെങ്കിൽ പറയാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് തരൂരിന്റെ ഇന്നത്തെ ഈ പ്രതികരണത്തെ? എനിക്ക് ആദ്യം സാറിനോട് ചോദിക്കാനുള്ളത്, ഈ വിശ്വപൗരനും പ്രമുഖരൊക്കെ ഈ ഏത് കാറ്റഗറിയിൽ പെടുന്നതെന്ന് എനിക്കറിയണം. പിന്നെ അതൊക്കെ ഓരോ മനുഷ്യരെ ഓരോ തരത്തിൽ വിശേഷിപ്പിക്കുന്നതാണ്. അദ്ദേഹം ലോകത്തെ ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുകയും പ്രധാനപ്പെട്ട പദവികളൊക്കെ വഹിച്ചുകൊണ്ട് ആളുകൾ വിശ്വപൗരൻ എന്ന് പറയുന്നതല്ല. അതൊരു പ്രത്യേക കാറ്റഗറി ഒന്നും അല്ല. ഇപ്പോൾ ഓരോ ആളുകളെ കുറിച്ച് ആളുകൾ ഓരോന്ന് പറയില്ലേ, അതൊരു വിശേഷണം, ഒരു സന്തോഷം അവർക്ക്, അത്രേ ഉള്ളൂ. കോൺഗ്രസിന്റെ തലമൂത്തം എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഇതിനെക്കാട്ടും തലമൂത്ത. കാരണം KSന്റെ കാലത്ത് തൊട്ട് നമ്മൾക്ക് ഈ കോൺഗ്രസിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, സീനിയോറിറ്റിയോടല്ല. അദ്ദേഹം 16 വർഷമായി അയാൾ പാർട്ടി മെമ്പർ ആയിട്ട്, ആ 16 വർഷവും അദ്ദേഹം MP ആയിരുന്നു. 16 വർഷം കൊണ്ട് അദ്ദേഹം പ്രവർത്തക സമിതിയിൽ വരെ എത്തി, കേന്ദ്രമന്ത്രിയായി പ്രവർത്തക സമിതിയിൽ വരെ എത്തി. സാറേ, ഇന്നൊരു ബൈറ്റ് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, VV പ്രകാശിന്റെ ഭാര്യയും അവരുടെ മകളും കൂടെ ആ നിലമ്പൂർ വന്ന് പറഞ്ഞൊരു ഇതുണ്ട്, സ്വന്തം അച്ഛൻ മരിച്ചിട്ട് പോലും കോൺഗ്രസിനെ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇവർക്കൊക്കെ ഭരണവും അധികാരവും കിട്ടി KV തോമസിനെ പോലെ, ശശി തരൂരിനെ പോലെ, പത്മജയെ പോലെയുള്ളവരൊക്കെ ഈ മന്ത്രിമാരുടെ മക്കളാക്കിയൊക്കെ ബലസി കഴിഞ്ഞിട്ട് ഭരണത്തിന്റെ ഒരു സ്വാധീനം കിട്ടാതെപ്പം കോൺഗ്രസിനെ തള്ളി പറഞ്ഞു പോകുന്നവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് പറ്റുമെങ്കിൽ ആ VV പ്രകാശിന്റെ ഭാര്യയും മകളും പറഞ്ഞൊന്ന് ബൈറ്റ് ഒന്ന് എടുത്ത് കേൾക്കണം, നാണോ മാനം ഉണ്ടെങ്കിൽ. രണ്ടാമത്, ഞങ്ങളൊക്കെ ഈ നാട്ടിൽ മരത്തില് ഈത്തിൽക്കണ്ണി പടരും, അതിനെ ഞങ്ങൾ അടിയോടെ വേറെടുക്കം മുറിച്ചു കളയും. അതേപോലെ കോൺഗ്രസിന് ശശി തരൂരിനെ പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൂന്നാമതെന്ന് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPയിൽ സ്വാധീനിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, എന്റെ ഒരു വിശകലനമാണ്, ഇയാളുടെ ഭാര്യ മരിച്ചതിന്റെ ഒരു തെളിവ് എന്തായാലും BJPയിൽ എടുത്തോണ്ട്, BJP ആണ് ഈ 11 വർഷമായിട്ട് ഭരിക്കുന്നത്. അപ്പൊ അതിട്ട് പൂട്ടും എന്നതുകൊണ്ട് കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ അടിക്കാൻ ഒരു ആയുധമാക്കി BJP നിർത്തുന്നു എന്നതാണ് എന്റെ ഒരു വിചാരം.
ശ്രീ സന്തോഷം, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നേ BJP അതൊക്കെ എടുത്ത് ഉപയോഗിച്ചേനെ. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ തിരുവനന്തപുരത്ത് അവർക്ക് വലിയ പ്രതീക്ഷയുള്ള സ്ഥലത്ത് തരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥി ഉള്ളത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അവിടെ സീറ്റ് പിടിച്ച് നിർത്താനൊക്കെ കഴിഞ്ഞത്. അതൊക്കെ എന്നേ BJP ഉപയോഗിച്ചേ. അല്ല സാറേ, വേറൊരു കാര്യമുണ്ട്. BJPക്ക് ഉപയോഗിക്കാന്ന് വെച്ചാൽ BJPയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരാളും അതിപ്പോഴല്ലേ. നേരത്തെ അദ്ദേഹം BJPക്കെതിരെ അതിശക്തമായ രീതിയിൽ പാർലമെന്റിലൊക്കെ ഈ സംഘപരിവാർ ആശയങ്ങളെ പോലും അതിനിശ്ചിതമായ രീതിയിൽ വിമർശിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ നമ്മളെ എല്ലാം പറയുമ്പോൾ മുഴുവൻ അദ്ദേഹത്തെ ആ തരത്തിൽ തള്ളി പറയരുത്. വിമർശിച്ച് കഴിഞ്ഞ് ഇപ്പുറം വന്ന് കോൺഗ്രസിനെ തള്ളി പറയുന്ന ഒരു പ്രവൃത്തിയല്ല ഇയാൾ കാണിക്കുന്നത്. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വിഷയം വെച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ അത് ഒരു ലോജിക്കില്ലാത്ത വിഷയമായതുകൊണ്ട് പറഞ്ഞാണ്. സാറേ, എനിക്ക് അവസാനം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച ഒരു സുഹൃത്ത് പ്രേക്ഷകൻ പറഞ്ഞു, രാജ്മോഹൻ ഉണ്ട്, ഞങ്ങളെ ഇന്ത്യയെ കുറിച്ച് അധികം പറയാൻ നിൽക്കണ്ട എന്ന് എനിക്ക് ഇത് പറയാനുണ്ട്. ശരി, ഓക്കെ. അല്ല, ഇന്ത്യ ആയി കഴിഞ്ഞപ്പോഴുള്ള മാറ്റം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇന്ത്യയെ വെച്ച് വർത്താനം പറയാൻ നിൽക്കണ്ട. ശരി, താങ്കളുടെ അഭിപ്രായത്തെ പൂർണ്ണമായി മാനിക്കുന്നു. ഒരു MBA തൊട്ട് അങ്ങനെ മോശമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല. 2 തവണ വിജയിച്ച ആളാണ്. അതും സാധാരണ ഒരു നാട്ടിൽ ഒരു MP മത്സരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു തടസ്സം ആ നാട്ടുകാരനല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ആ നാട്ടുകാരനോ അയൽ നാട്ടുകാരനോ ഒന്നുമല്ല. ഈ തിരുവനന്തപുരത്ത് നിന്ന് പോയി ഇവിടെ നിന്ന് പോയി അവിടെ പോയി മത്സരിച്ച് കൊല്ലത്ത് നിന്ന് പോയി മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ ഒരു മോശമായി പറയുന്നത് ഞാൻ അന്നേരം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശ്രീ ശിവദാസനാണ് പാലക്കാട്. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ തരൂരിൻ്റെ ഈ പ്രസ്താവനയെ കാണുന്നത്? ശ്രീ ശിവദാസൻ പറഞ്ഞോളൂ. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. ശ്രീ പ്രദീപാണ് തൊടുപുഴയിൽ നിന്നും ചേരുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നിലമ്പൂരിൽ ഒരു കനത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് തരൂരിനെ പോലെ ഒരു മുതിർന്ന നേതാവ് നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കുന്നത്. ശ്രീ പ്രദീപ് പറഞ്ഞോളൂ. അതൊന്നും നിലമ്പൂരൊന്നും ബാധിക്കാൻ പോകുന്നില്ലെന്നേ. എന്ത് ബാധിക്കാനില്ല. ഹലോ, താങ്കൾ പറഞ്ഞോളൂ, കേൾക്കാം. അത് നിലമ്പൂർ ബാധിക്കാൻ പോകണ്ട. അതെന്ത് നിലമ്പൂർ എന്താ ബാധിക്കണം? നിലമ്പൂർ ബാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവ് ആ ദിവസം വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം അതൃപ്തി പരസ്യമാക്കുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയാവും, അത് ഒരു വിഷയമാവുകയൊക്കെ ചെയ്യും. അതിന് വോട്ടിനെ ബാധിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അത് ചാനലുകാർ കുത്തി ചോദിച്ചിട്ട് പറഞ്ഞാലേ നമ്മൾ ചോദിച്ച മാധ്യമങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയുന്ന എന്ത് മറുപടി പറയണമെന്ന് തീരുമാനിക്കേണ്ടത് ചോദ്യം കേൾക്കുന്ന രാഷ്ട്രീയ നേതാവല്ലേ. അല്ലാതെ ചാനലുകാരോ അല്ലെങ്കിൽ പത്രക്കാരോ ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. സ്വാഭാവികമായും വിവാദ വിഷയങ്ങളിലൊക്കെ അവർ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യം ചോദിക്കലൊക്കെ സ്വാഭാവികമാണ്. അതിൽ എന്ത് മറുപടി പറയണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. അല്ല, ഈ ചാനൽ ന്യൂസ് ഐറ്റും പറഞ്ഞു ചോദിക്കുമല്ല പറഞ്ഞത്. വേറെന്താ ഏത് ചാനലായാലും ശ്രീ പ്രദീപ് അങ്ങനെ പറഞ്ഞല്ല. ഏത് ചാനലായാലും ഇനി ഏത് നേതാവായാലും CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും എല്ലാം അവരോട് വിവാദ വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കും. ചോദിക്കുമ്പോൾ അത് അവസരത്തിനൊത്ത് മറുപടി പറയുക അല്ലെങ്കിൽ ഉചിതമായ മറുപടി പറയുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പോയി കോൺഗ്രസിന്റെ കാര്യം കെട്ടപ്പോയി. നല്ല നേതാക്കന്മാരെ ഇതിനകത്ത് രാജ്മോഹനൊക്കെ നമുക്ക് നേരത്തെ അറിയാമല്ലേ. അതുപോലെ കൊല്ലംകാരൻ അവിടെ നിന്നാലേ ആ പുള്ള പഴയ കാലഘട്ടമൊക്കെ നമുക്കറിയാവുന്നല്ലേ. ഇങ്ങനെ പറഞ്ഞാൽ രാജ്മോഹനോട് തന്നെ 2 തവണ ജയിച്ച MP അല്ലേ? അവിടെ ജയിക്കുമോ? കൊല്ലത്ത് തിരുവനന്തപുരം ജയിക്കുമോ? കൊല്ലത്ത് ജയിച്ചോ മറ്റേടത്ത് ജയിച്ചോ എന്ന് ചോദിച്ചാൽ ശശി തരൂർ ഏത് നാട്ടുകാരനാണ്? ശശി തരൂർ അങ്ങനെ എവിടെ എല്ലാ നേതാക്കളും അവരുടെ സ്വന്തം നാട്ടിലാണ് മത്സരിച്ച് ജയിക്കുന്നത് അല്ലല്ലോ. ശശി തരൂർ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സംഗതി പോയി കിട്ടി. വേറെ നേതാക്കന്മാരാണ്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, ഈ ശശി തരൂർ താങ്കളുടെ പാർട്ടിയിലേക്കൊക്കെ വരും എന്നുള്ള മട്ടിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ തരൂർ പറഞ്ഞ് ഞാൻ എന്തായാലും BJPയിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാലും ഈ ദിവസം അദ്ദേഹം നേതൃത്വത്തിലുള്ള അതിർത്തി പരസ്യമാക്കിയതിൽ താങ്കൾക്കൊരു സന്തോഷമൊക്കെ കാണുമെന്ന് തോന്നുന്നില്ലേ? നമസ്കാരം. നമസ്കാരം. ഞങ്ങള് ശശി തരൂരിനെ സുധാകരനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ കൂടെ വരും എന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പ്. മറ്റു പാർട്ടികളിൽ അയലത്തെ കൂട്ടിലാണ് കണ്ണെപ്പോഴും അല്ലേ?
അല്ല നമ്മുടെ ഇപ്പൊ കൂടെ വന്നിരിക്കുന്നതല്ല, ഞങ്ങൾ അങ്ങനെയാണല്ലോ ഇപ്പൊ വളർന്നു ഇവിടെ വന്നത്. എല്ലാം കോൺഗ്രസിനും ബി പി എമ്മിനൊക്കെ വന്ന ആൾക്കാരാണല്ലോ. അല്ല ഞാനാണെങ്കിലും ബി പി എമ്മുകാരനായിരുന്നു, ഇപ്പൊ കോൺഗ്രസ് ബി ജെ പിയിലോട്ട് പോരും എന്ന് പറഞ്ഞാലേ വന്നതാ. അല്ല ഇവിടെ ആരായിരുന്നു ഇപ്പൊ ബി ജെ പി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആരും ഇല്ല. ജനിച്ചു വീണപ്പോഴേ ബി പി എമ്മും കോൺഗ്രസും ഒക്കെ ആയിട്ട് വന്നവരാ. അവരെല്ലാണല്ലോ ഇപ്പൊ ബി ജെ പിയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സാറ് ഇതിനനുസരിച്ച് എന്നാ പ്രശ്നം വെച്ചാൽ ഇപ്പൊ നമ്മുടെ സന്തോഷ് കാസർഗോഡും ജയിച്ചേച്ചിയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേണുഗോപാലിനെ വിളിച്ച് എത്രയും ഈ പുള്ളിയെ കണ്ടം ചെയ്ത് ചാടിക്കാൻ പറഞ്ഞോ, അല്ലെങ്കിൽ ഈ പുള്ളി ഇങ്ങനെ അത് ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ ഈ കൂടെ ചിലപ്പോൾ നാളെ രാജ്ഭവനത്താൻ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചു പറഞ്ഞു ബി ജെ പി പോയാൽ എന്നാ കുഴപ്പം, ബി ജെ പി അത്ര ഏറ്റവും വലിയ പാർട്ടി അല്ലെന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാലൊക്കെ ആരെങ്കിലൊക്കെ ഈ ഇപ്പൊ ഉദ്ദേശിക്കുന്ന ആര് ചിലപ്പോൾ ശശി തരൂരൊക്കെ എങ്ങനെ നിങ്ങളെ ബി ജെ പിയിൽ ശ്രീ രവീന്ദ്രൻ തരൂരിനെ എങ്ങനെ നിങ്ങൾ ബി ജെ പിയിൽ എടുക്കും? തരൂര് ഈ സംഘപരിവാർ ഐഡിയോളജിക്കെതിരെയൊക്കെ അതിശക്തമായ രീതിയിൽ ലേഖനങ്ങൾ എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ? അപ്പൊ നിങ്ങൾക്കെതിരെ ഇത്രയൊക്കെ അതിശക്തമായി പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെ നിങ്ങൾ എടുക്കുന്നത്? അതൊക്കെ പുള്ളി ആ പുസ്തകമെല്ലാം എടുത്താൽ പഞ്ചായത്തിലും അവിടെയൊക്കെ ഒഴുകിയിട്ട് കുറേയൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വരും. ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മര്യാദയ്ക്ക് ഇന്നോളൂ. എന്നുവെച്ചാൽ വിശ്വപൗരനായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കും. പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും നല്ല ബുദ്ധി ബോധം വിവരമുള്ളവരെയൊക്കെ ഞങ്ങൾക്ക് ആവശ്യം. കാരണം വെച്ചാൽ അതുപോലെയുള്ളവർ വന്നാലും ഞങ്ങൾ നമ്മുടെ ബി ജെ പി സ്ഥാനം കൊടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ നോക്കിയാണോ ഇതുവരെ എടുത്തിട്ടുള്ളത്? അങ്ങനെയുള്ളവരെ എടുക്കുന്നുണ്ട്. പിന്നെ കൊള്ളക്കാരനെ എടുത്തില്ല. ഞങ്ങൾ അവരെ വെളുപ്പിച്ച് നേരെയാക്കി കൊണ്ടുവരാന്നുള്ളതാണ്. അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങളാരും അല്ല പറയുന്നത്. അതെ കിരണ, അല്ലാതെ ഇവരെ നേരെയാക്കി നടക്കുകയല്ല. അപ്പൊ ഇവരെ നേരെയാക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇവർ അതിന് കട്ടുപിടിക്കുക. അപ്പൊ നമ്മുടെ പാർട്ടിയിലോട്ട് കൊണ്ടുവന്നിട്ടെങ്കിലും ഇവരെ എല്ലാം കൂടെ ഒന്ന് നേരെയാക്കി നമ്മുടെ ഇന്ത്യക്ക് ഒരു അഭിമാനമാക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. എന്നാലും താങ്കളുടെ പ്രതീക്ഷ അങ്ങനെ പോട്ടെ. ശരി, ഓക്കെ. താങ്കളുടെ പാർട്ടിയെ നിരന്തരം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് തരൂർ എന്നത് കൂടി താങ്കൾ മറക്കണ്ട. ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ തരൂർ നിരന്തരം തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷവും തരൂരിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം കൊള്ളാം. എന്തായാലും ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. ഈ തരൂരിന് പിന്നെ മുഖ്യധാരയിലോട്ട് അല്ലെങ്കിൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാലും എന്തിനായാലും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരരുതെന്ന് ആഗ്രഹിക്കുന്ന നല്ല ഒരു ശതമാനം ആൾക്കാർ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. അത് തരൂരിനറിയാം. അതുകൊണ്ടാണ് ഇന്ന് ഈ അതൃപ്തി പ്രകടിപ്പിച്ചത്. പിന്നെ കാര്യം തരൂർ മുഖ്യധാരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അധികാരം കിട്ടും എന്നുള്ള ഒരു കണക്കൂട്ടൽ ഉള്ളത് കൊണ്ട് തരൂർ ഒരു കാരണവശാലും മുഖ്യധാരയിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അതിനെ ഉള്ള ചരടുവലിയുടെ ഭാഗമായിട്ടായിരിക്കും ഈ തരൂരിനെ വിളിക്കാഞ്ഞത്. അപ്പൊ പ്രത്യേകിച്ച് ഇതായിട്ട് വിളിക്കാത്തത് കൊണ്ട് പോയില്ല എന്നുള്ള ഒരു ശ്രീ കെ ജി കുമാറെ, ഒരു മുതിർന്ന നേതാവൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സ്ഥലത്ത് അങ്ങോട്ട് തന്നെ അറിയിച്ചു ഞാൻ ഇന്ന ദിവസങ്ങളൊക്കെ ഫ്രീ ആണ്, ഞാൻ അവിടെ വരാം എന്ന് പറയേണ്ട ഒരു മര്യാദ കൂടിയില്ലേ? അല്ല, ഇപ്പം ഇച്ചിരി ഉടക്കിലാണല്ലോ, അതുകൊണ്ടായിരിക്കും തരൂർ. ഉടക്കിലായാലും ഒരു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സമയം. കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ്. അവർ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടം. ആ സമയത്ത് ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണ്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തും പിന്നെ അസംബ്ലിയും ഉണ്ടെങ്കിൽ തന്നെ നിലമ്പൂർ ഒരു സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതെ, ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അടുത്ത ഒരു ചെറിയ ഇടവേളയിലേക്ക്. തുടരുകയാണ് ന്യൂസ് 18 പൊതുവേദി. ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതിർത്തി പരസ്യമാക്കിയത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വോട്ടെടുപ്പ് ദിവസം ഇത്തരത്തിൽ തരൂർ പറഞ്ഞതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. നിലമ്പൂരിലെ വോട്ടെടുപ്പിൽ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അദ്ദേഹം അന്ന് ഈ വിദേശ പര്യടനം കഴിഞ്ഞ് വന്ന ഡൽഹി വന്നു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് തന്നെ അദ്ദേഹം ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു. അത് കഴിഞ്ഞ് എന്നാ വരുന്നത്? ഇന്നാ വരുന്നത്. ഇതിന്റെ ഇങ്ങനെ മാറി കുറച്ച് ദിവസമായിട്ട് വന്നെങ്കിൽ അദ്ദേഹം ഇവിടുന്ന് ഫ്ലൈറ്റൊന്നും കയറിയപ്പോൾ ചൈന പോകുന്നത്രയൊന്നും പോകണ്ടല്ലോ. ഇങ്ങോട്ട് വന്നു പോയാൽ അദ്ദേഹത്തിന് തന്നെ അതിന് തടയുമോ? ഒന്നുമില്ലല്ലോ. അദ്ദേഹം തന്നെ ഓരോ കുഴി കുഴിക്കുന്നു, വീഴുന്നു. വിശ്വപുരം എന്ന് പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവിടെ ജയിച്ച് കഷ്ടപ്പെട്ട ജയിച്ചു. അതെന്താ? ബി ജെ പിയും കോൺഗ്രസും നേരിട്ടുള്ള മത്സരമായോണ്ടാണ് കോൺഗ്രസ്സുകാർ തോൽപ്പിക്കാഞ്ഞത്. അത് കഴിഞ്ഞ പ്രാവശ്യം തോൽപ്പിച്ച് LDF അവിടെ ജയിപ്പിച്ചതിനാൽ ഇതൊക്കെ അദ്ദേഹം കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മോശമാണ്. ആരെങ്കിലും പറയാം എന്തെങ്കിലും ഒരു പണം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോയി ഇല്ലാത്തതൊക്കെ വിളിച്ച് പറയുന്നതൊക്കെ അദ്ദേഹം ഇത്ര നാൾ നിന്ന് ആ പ്രസ്ഥാനത്തിലോട്ടുള്ള സോണിയാഗാന്ധിയെ അഭിനന്ദിക്കണം. ഇദ്ദേഹം
ഇത് അന്ന് ബി ജെ പിക്കാരനും ഒന്നും ശരി, ഇല്ലായിരുന്നു. താങ്കളുടെ ഇല്ല, അഭിപ്രായം ഇയാളെ വളരെ വിളിച്ചോണ്ട് വ്യക്തമാണ്. വരാൻ. നമുക്ക് അതൊക്കെ ചില യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ അതിനകത്ത് ബാംഗ്ലൂർ യൂട്യൂബ് ഓരോ നേതാവിനും പ്രസംഗിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി ആളെ വിളിക്കുകയാണ് പതിവ്. ഇത് കോൺഗ്രസ്സുകാർ ചെയ്തില്ല. ഈ ദിവസം നിങ്ങൾ മാധ്യമക്കാർ ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞത് എന്ന് പറയുന്നു. അതേ, മാധ്യമക്കാർ ചോദിച്ചപ്പോൾ തന്നെയാണ് പറഞ്ഞത്. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നേതാക്കളാണ്. അതിന് ഏത് പാർട്ടിയുടേത് ആയാലും. കിരൺ നമസ്കാരം. കോൺഗ്രസ് ഈസ് ടോട്ടലി കൊളാപ്സ്ഡ് എന്ന് പറയുന്നു സതി ബാബുരാജാണ്. തീർച്ചയായും ശശി തരൂർ ഇലക്ഷൻ വേളയിൽ അഭിപ്രായം പറഞ്ഞത് ശരിയായില്ല. 5 മണിക്ക് ശേഷം അദ്ദേഹത്തിന് പറയാമായിരുന്നുവെന്ന് പ്രസന്നൻ കേസ് പറയുന്നു. ജമായത്തെ PDP വർഗീയ കക്ഷി എന്ന് ജനങ്ങൾക്കറിയാം. ഇത് അതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഹലോ, വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ AICC ആസ്ഥാനത്ത് ഒരു സ്വീകരണം ഒരുക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ വലുതാകുമായിരുന്നു. അതിനുശേഷം കേരളത്തിലും നിലമ്പൂരിലും ഒരു സ്വീകരണം ഒരുക്കാമായിരുന്നു എന്നൊക്കെ പ്രസന്നൻ കേസ് പറയുന്നുണ്ട്. നിലമ്പൂരിൽ കോൺഗ്രസ് ജയിച്ചാലും അത് കോൺഗ്രസിൻ്റെ മിടുക്കല്ല, LDFിനോടുള്ള ജനങ്ങളുടെ വെറുപ്പും മടുപ്പുമാണെന്നൊക്കെയാണ് സുനിൽകുമാർ അവകാശപ്പെടുന്നത്. പാർട്ടിക്കാരും പറയാനല്ല വിദേശത്തേക്ക് പോയെന്നും സുനിൽകുമാർ പറയുന്നു. ശശി തരൂർ പലസ്തീൻ മുന്നണിയിൽ നിന്ന് ഉടൻ പുറത്തു വരും എന്ന് ന്യൂ തിങ്കർ പറയുന്നു. ന്യൂ തിങ്കർ എന്നൊക്കെയാണ് പേരെങ്കിലും അദ്ദേഹം പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്ന് തോന്നുന്നില്ല. ജലീഷ് ജോൺ പറയുന്നു, ശ്രീലേഖ എന്താ പറയുന്നത്, ഒരു പാർട്ടി നിൽക്കുമ്പോൾ നേതൃത്വമായി ആലോചിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. നേരത്തെ ശ്രീലേഖ എന്നൊരു പ്രേക്ഷക പറഞ്ഞതിനോടുള്ള കമൻറ്റാണ്. മുങ്ങുന്ന കപ്പൽ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുന്ന വലിയ എലിയാണ് നമ്മുടെ കഥാപാത്രം. അധികാരപ്പട്ടിണി തുടങ്ങിയിട്ട് 11 കൊല്ലമായി വിശക്കുന്നു എന്ന് പറയുന്നു. ശക്തിമാൻ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ഇങ്ങനെ പ്രതികരണം വന്നിരിക്കുന്നത്. അയാളെ സൗകര്യമായി വിളിക്കാഞ്ഞത് കല്യാണത്തിനല്ലെന്ന് പറഞ്ഞല്ലോ എന്ന് സുരേന്ദ്രൻ സി പറയുന്നു. കപ്പ കൃഷി പരിപാലിക്കാൻ തുരപ്പനലി ആരെങ്കിലും ക്ഷണിക്കുമോ എന്നൊക്കെ അൻവർ അലി ചോദിക്കുന്നു. ഒത്തിരി കടുത്ത ചോദ്യമല്ലേ ശ്രീ അൻവർ അലി. കോൺഗ്രസ് അധികാരമുണ്ടായിരുന്നെങ്കിൽ ശശി തരൂർ ഇതുപോലെ കാണിക്കുമായിരുന്നു എന്ന് ജയകുമാർ ചോദിക്കും. അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അധികാരമുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ കാണിക്കാൻ ശശി തരൂരിനെ പോലൊരു നേതാവിന് മടിയുണ്ടാകുമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എപ്പോഴും അധികാരമില്ലാതാകുമ്പോഴാണ് അത് ഏത് പാർട്ടിയായാലും ഇത്തരം വിമർശനങ്ങളും വിലപേശലും ഒക്കെ ശക്തിയായി വരുന്നത്. അധികാരമുള്ളപ്പോൾ പലർക്കും അത് അത്തരം വിലപേശലിനൊക്കെ ഒന്നുള്ള ശക്തിയൊന്നും കാണില്ല. AK ആന്റണിയുടെ മകൻ BJPയിൽ ചേർന്നു, K കരുണാകരൻ്റെ മകൾ BJPയിൽ ചേർന്നു. അതിലും വലുതാണോ ഇത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവരുടെ മക്കൾ എന്നതുപോലെയല്ല ശശി തരൂർ. ഒരു സ്വന്തം നിലയ്ക്ക് സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെ ഉള്ള പ്രധാനപ്പെട്ട AK ആന്റണിയുടെ മകനെയൊന്നും അങ്ങനെ ഒരു നേതാവായി കണക്കൂട്ടേണ്ടതേ ഇല്ല. പത്മജ പിന്നെയും കുറേ കാലമൊക്കെ കരുണാകരൻ്റെ കെയർ ഓഫിൽ കോൺഗ്രസിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ആന്റണിയുടെ മകനെ അങ്ങനെ പോലും കണക്കൂട്ടേണ്ട. ശശി തരൂർ അങ്ങനെ അവരെ രണ്ടുപേരുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരാളല്ല. സ്വന്തം നിലയിൽ വ്യക്തിത്വമുള്ളതും സ്വന്തം നിലയിൽ വോട്ട് ശേഖരിക്കാനും ഒക്കെ കഴിവുള്ള, അല്ലെങ്കിൽ ആ പ്രതിച്ഛായക്കുള്ള നേതാവാണ്. അതിനെ ആ തരത്തിൽ വേണം കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മാത്രമാണ് തിരുവനന്തപുരത്ത് UDF ജയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ആക്കിയാൽ പോരെ, പ്രിയങ്കയേക്കാൾ വലിയ നേതാവാണ് തരൂർ എന്നൊക്കെ ദിലീപ് കുമാർ പറയുന്നു. വ്യക്തിത്വം മാത്രമല്ല, കോൺഗ്രസിൻ്റെ UDFിൻ്റെ വോട്ടും ഒക്കെ കൊണ്ടാണ്. അത് മാത്രമല്ല, ചിലപ്പോൾ UDF ജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇടത് വോട്ടുകളും എല്ലാം കൂടിയൊക്കെ ചേരുമ്പോഴാണ് ശശി തരൂരിൻ്റെ ജയം ഉണ്ടാകുന്നില്ല. വ്യക്തിത്വം കൊണ്ട് മാത്രമല്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ സമയം അവസാനിക്കാറായി. അതുകൊണ്ടാണ് എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഭൂരിപക്ഷം പ്രേക്ഷകരും തരൂർ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, തരൂരിനെ പോലെ ഒരു നേതാവിനെ ഈ തെരഞ്ഞെടുപ്പിന് ക്ഷണിക്കുകയും അദ്ദേഹത്തെ അവിടെ പ്രചരണത്തിന് വേണ്ടി നിയോഗിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് പറഞ്ഞവരും, തരൂരിനെ അനുകൂലിച്ച് പറഞ്ഞവരും എതിർത്ത് പറഞ്ഞവരും ഒക്കെയുണ്ട്. സ്വാഭാവികമായും അത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഇത്തരം വിഷയത്തിലുണ്ടാവും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റു വിഷയവുമായി.